നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിലീപ് തന്നെയാണ് ഇന്നത്തെ വിഷയവും. വേറെ ഒന്നുമല്ല, ദിലീപ് ഈയിടെയായിട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് കള്ളങ്ങളുടെ ഒരു ചീട്ടുകൊട്ടാരം തന്നെ ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. അയാള് തൻ്റെ കൂടെ നിൽക്കും എന്ന് ഉറപ്പുള്ള എല്ലാവർക്കും സിനിമയിൽ ചാൻസ് കൊടുക്കുന്നുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാലാട്ടിയെ പോലെ തൻ്റെ യജമാനൻ എന്തു പറയുന്നു അതനുസരിക്കാൻ വേണ്ടിയിട്ടും ചില കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളുടെ മുന്നിലൊക്കെ പറയാൻ വേണ്ടിയിട്ടൊക്കെ വെമ്പൽ കൂട്ടുന്നുണ്ട്. ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം, എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങി. ആ സിനിമയുടെ 50 കോടി ആഘോഷ അല്ല 100 കോടി ആഘോഷം എന്തോ നടക്കുന്നുണ്ട് എന്നാ കേട്ടത്. പക്ഷെ ഗോപാലാട്ടൻ വലിയ ദുഃഖത്തിലാണ്. കാരണം എന്താ, അങ്ങേര് പറഞ്ഞിരിക്കുന്നത് കേക്ക് വാങ്ങിക്കാൻ പോലും എൻ്റെ അടുത്ത് പൈസ ചോദിച്ചു പോകരുത്, വേണമെങ്കിൽ നിങ്ങൾ 200 കോടിയുടെ പരിപാടി നടത്തിക്കോ, പക്ഷെ കേക്ക് വാങ്ങിക്കാൻ വരെ ഞാൻ പൈസ തരത്തില്ല എന്നുള്ള ആ ഒരു കലിപ്പ മറുപടിയാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഗോപാലാട്ടൻ ഇവിടെ തെറ്റ് പറ്റിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ അതിജീവിതയെ താറടിച്ച് കാണിക്കുന്ന, നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ അകത്തുള്ള കോമഡി, കുഞ്ഞിലക്ഷ്മിയെ തട്ടിക്കൊണ്ടുപോയി എന്ന പാല് കറക്കുന്ന ഇങ്ങനെയൊക്കെ പറയുന്ന ചില കോമഡികൾ. ദിലീപ് എന്ന് പറയുന്നവന് ശരിക്കും ജനങ്ങളോട് നേരിട്ട് സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് സിനിമാ ഡയലോഗിലൂടെയാണ് ഇപ്പോഴെല്ലാവരെയും കളിയാക്കുന്നത്. അതായത് ഒരു നാലാംകിട പരിപാടി എന്നേ പറയാൻ പറ്റുള്ളൂ. ഈ നാലാംകിട പരിപാടിക്കാണ് നമ്മുടെ ഗോപാലൻ ചേട്ടനും അതുപോലെ തന്നെ ലാലേട്ടനും കൂട്ടു നിന്നത് എന്ന് ഓർക്കുമ്പോഴേ ശരിക്കും പറഞ്ഞ ഇവരോടൊക്കെ പുച്ഛമാണ് തോന്നുന്നത്, പഞ്ചപുച്ഛം. എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ ഇതിന് കഴിയുന്നത്? ഈ ദിലീപിനെ പോലെയുള്ള ഒരു എന്താ പറയേണ്ടത്, എന്ത് ഭാഷയാണ് ഉപയോഗിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കുറേ നാളുകൾക്ക് മുമ്പൊക്കെ നമ്മളൊക്കെ അയാളുടെ ഒരു ആരാധകനായിരുന്നു. പക്ഷേ ആ ഒരു വിധി നേടി പുറത്ത് വന്നപ്പോഴേ അയാളുടെ കണ്ണിലുള്ള പകയുണ്ടല്ലോ, അതായത് മഞ്ജു വാര്യരെ കൊത്തി വലിച്ചോട്ട് എന്ന് കരുതിയിട്ട് ഇട്ട് കൊടുത്ത ആ പക, അതുമാത്രവുമല്ല പിന്നീട് അയാളുടെ ഡയലോഗുകൾ, പിന്നെ ആ സിനിമയിലൂടെ വന്ന ഡയലോഗുകൾ, ഇത് മാത്രം മതി ദിലീപ് എന്ന് പറയുന്നവനെ വെറുക്കാൻ. അയാൾക്ക് സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിലയുമില്ലാത്തൊരു സാധനമാണ്. സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ വേറെ എന്തോ ഒരു ഇതാണ്. ഒരു കാര്യം ആലോചിക്കേണ്ടത്, അയാൾ സ്ത്രീകൾക്ക് ബഹുമാനം കൊടുക്കുന്നുണ്ടോ ചോദിച്ചാൽ ഒരിക്കലും കൊടുക്കുന്നില്ല എന്നേ ഞാൻ പറയുള്ളൂ. ഒന്നുമല്ലാത്ത കാലത്ത് ഒരു കല്യാണം കഴിച്ചു, അതിനെ ഒഴിവാക്കി. പിന്നീട് എന്ന് പറഞ്ഞാൽ സിനിമയിലുള്ളപ്പോഴും നല്ല സിനിമ സ്റ്റാർ എന്താണെന്ന് വെച്ചാൽ മഞ്ജു വാര്യർ എന്ന് പറയുന്ന ഒരു നടി തിളങ്ങി നിൽക്കുമ്പോഴേ ഇവളെ ആരും കൊണ്ടുപോകാൻ പാടില്ല, അല്ലെങ്കിൽ ഇവളെ ഇനി അഭിനയിക്കാൻ പാടില്ല, ഇവളിനി ഇതോട് കൂടിയിട്ട് തീർന്നു പോകണം എന്ന് കരുതിയിട്ട് അവളെയും പിന്നീട് കല്യാണം കഴിച്ച് വീടിൻ്റെ ഒരു മൂലയ്ക്ക് ഇരുത്തുകയാണ് നമ്മുടെ ദിലീപ് ഏട്ടൻ എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്തത്. അയാൾ ശരിക്കും പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ക്രൂരനാണ്. അയാൾ ഭയങ്കരമായിട്ട് അഭിനയിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് എല്ലാ സ്ത്രീകളെയും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അയാൾ ഒരു പ്രതികാര ദാഹിയാന്നേ ഞാൻ പറയുള്ളൂ. കാവ്യ മാധവൻ എന്ന് പറയുന്ന വ്യക്തി ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പെട്ടുപോയി എന്നേ ഞാൻ പറയുള്ളൂ. ഒരു പക്ഷെ ഇപ്പോഴേ കാവ്യ മാധവനോട് ചോദിച്ചു കഴിഞ്ഞാൽ കാവ്യ മാധവൻ പറയും, വേണ്ടായിരുന്നു, ഇതുപോലൊരു ജീവിതം വേണ്ടായിരുന്നു. എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം? ഒരാൾക്ക് പോലും ഒരു വിലയില്ലാതെ, ആർക്കും കണ്ടുകൂടാതെ ഒരു ജീവിതം. അതായത് വീടിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ. ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങൾ കഴിഞ്ഞാൽ അച്ഛനെ കുറിച്ച് ആ മകള് പോലും ചിലപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞാലേ അവര് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് പിന്തിരിയും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം ഞാൻ പറയാം, അതായത് ദിലീപ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തീർന്നു. അയാൾക്ക് ഇനി ഒരു ലൈഫോ അല്ലെങ്കിൽ ഒരു സിനിമ ലൈഫോ ഇല്ല എന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇനി അയാളെ വിശ്വസിക്കാൻ പോകുന്നില്ല. ഓരോ ദിവസവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള കാരണം ആരാണ്? അയാൾ തന്നെയാണ്. അയാളിൻ്റെ ഉള്ളിലുള്ള പ്രതികാരം അയാൾ പലരെ കൊണ്ടും പല രീതിയിലും ഇങ്ങനെ എഴുതിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ബബ്ബ എന്ന് പറയുന്ന ആ സ്ക്രിപ്റ്റ് എഴുതേണ്ടത് മറ്റു പല തിരക്കഥാകൃത്തുക്കളുമാണ്. ഇദ്ദേഹത്തിൻ്റെ സ്വന്തം ചില തിരക്കഥാകൃത്തുക്കൾ ഉണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ പറഞ്ഞു, പോയിട്ട് പണി നോക്കടാ എന്ന് പറഞ്ഞു. കാരണം എന്താ, അവരുടെ വീട്ടിലൊക്കെ സ്ത്രീകളുണ്ട്, അമ്മയുണ്ട്, പെങ്ങന്മാരുണ്ട്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്. നേരെ മറിച്ച് നൂറിനോടും അതുപോലെ തന്നെ മറ്റേ അതിൻ്റെ ഭർത്താവിനോടും പറഞ്ഞ അവര് 2 കൈയും നീട്ടി ഏറ്റെടുക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ദിലീപിന്റെ വാലാട്ടികളായിട്ട് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ദിലീപിന്റെ കൂടെ ഇപ്പോഴും ഉണ്ട്, സുരക്ഷിതമായിട്ടുണ്ട്. ദിലീപ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചാകുന്നത് വരെ നിങ്ങൾക്ക് പണി കിട്ടും, പട്ടിണി നിങ്ങളെ കിടത്തത്തില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ധൈര്യത്തിൽ ദിലീപ് യൂണിവേഴ്സിന്റെ കൂടെ കൂടിയ കുറച്ച് ആൾക്കാരുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിജീവിതക്കെതിരെ എന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ അല്ല, അതിലും ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ദിലീപിനെ പുറകുന്നല്ല മുന്നിൽ തന്നെ ഇതാക്കിയിട്ട് വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഏതായാലും ഇപ്പോഴും നടക്കുന്ന ആഘോഷം എന്ന് പറഞ്ഞാൽ 50 കോടി ക്ലബ്ബാണ്, 100 കോടി ക്ലബ്ബിലാണ്. ഒരു തേങ്ങാക്കൊലിയും കയറിയില്ല എന്ന് ഗോപാലേട്ടൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം.
വലിയ സന്തോഷമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഒരു സിനിമ കൊണ്ട് ഗോപാലേട്ടനും മോഹൻലാലിനും സംഭവിച്ചത് കോടികളുടെ നഷ്ടമാണ്. അതായത് ഒരുപാട് നാണം കെട്ടു. മോഹൻലാലിന് കുറെ പൈസ പോക്കറ്റിലായിട്ടുണ്ടെങ്കിലും അദ്ദേഹവും സമൂഹത്തിന്റെ മുമ്പിൽ നല്ല രീതിയിൽ നാണം കെടുകയാണ് ഉണ്ടായത്. ഗോപാലേട്ടനും നല്ല നല്ല സിനിമകൾക്ക് നിർമ്മിച്ച് ജനങ്ങളുടെ ഹൃദയത്തിലുള്ള ഗോപാലേട്ടന്റെ സ്ഥാനവും ഇപ്പോൾ വളരെ പുറകിൽ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ഒരു ആഭാസ സിനിമ നിർമ്മിക്കാൻ വേണ്ടി ഗോപാലേട്ടൻ നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മൾ കണ്ട ഗോപാലേട്ടൻ പഴശ്ശിരാജ പോലെയുള്ള സിനിമ, അതുപോലെ തന്നെ നമ്മുടെ രജനികാന്ത് സ്റ്റൈൽ മന്നന്റെയൊക്കെ സിനിമ വിതരണത്തിനെടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഗോകുലം ഫിലിംസിന് എവിടെയാണ് തെറ്റുപറ്റിയത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ ഒരു സിനിമ കളക്ഷനില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പല സെന്ററുകളിലും ഈ സിനിമ ഓടുന്നുണ്ട്. അവിടെ ഉള്ളിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞു പോലുമില്ല. അവിടെ ചിലപ്പോൾ സിനിമ ഓടുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ ഓടുന്നുണ്ട്. അത് ആരുടെ മാസ്റ്റർ പ്ലാൻ ആണ്? നമ്മുടെ പേട്ടന്റെ മാസ്റ്റർ പ്ലാൻ ആണ്. പേട്ടന്റെ തീരുമാനമാണ് ഇതെങ്ങനെയെങ്കിലും ഒരു 5 വരെ ഓടിക്കണം, എൻ്റെ പൈസ പോയാലും വേണ്ടിയില്ല. അങ്ങനെ പേട്ടൻ ഇപ്പോഴേ സ്വന്തം കീശയിൽ നിന്നും പൈസ എടുത്തിട്ട് ഇങ്ങനെ ഇറക്കുകയാണ്. കേക്ക് മേടിക്കാനും അതുപോലെ തന്നെ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാനും. ഗോപാലേട്ടൻ ഈ ഒരു ആഘോഷത്തിനും പൈസ കൊടുക്കത്തില്ല. അതുകൊണ്ടല്ലേ 2 ദിവസം, അതായത് സിനിമ ഇറങ്ങിയ അന്നൊന്നും ഒരാഘോഷവും ഉണ്ടായിട്ടില്ല. എന്നിട്ട് ഇന്ന് പച്ച നുണ പറയുകയാണ് ശ്രീനിവാസൻ അന്തരിച്ചത് കൊണ്ടാണെന്ന്. ഒരു മണ്ണാങ്കട്ടിയല്ല. അത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞപ്പോഴാണ് ശ്രീനിവാസൻ അന്തരിച്ചത്. അത് മനസ്സിലാക്കണം നിങ്ങൾ. ബബ്ബ ഇറങ്ങിയത് എപ്പോഴാണ്? ശ്രീനിവാസൻ അന്തരിച്ചത് എപ്പോഴാണ്? അപ്പൊ ഇങ്ങനെ പച്ച നുണ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ആകെ കബളിപ്പിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ദിലീപ് എന്ന് പറയുന്ന ഒരു ദുരന്തന്നേ ഞാൻ പറയുള്ളൂ. അയാൾക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, മനസ്സ് മുഴുവൻ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ എന്താ പറയുക വേറൊരു അവസ്ഥയിലാണ് ഉള്ളത്. അയാൾക്ക് ശരിക്കും ദേഷ്യവും അതുപോലത്തെ എന്നാ പറയേണ്ടത്, അയാളുടെ പദ്ധതികളൊക്കെ പാളിപ്പോയില്ലേ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ദിലീപ് എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞാൽ അതിനപ്പുറത്തുള്ള ഏതായാലും ആ പദ്ധതി പാളിച്ചതെന്ന് പറഞ്ഞാൽ അതിജീവിതയും അവരുടെ കൂടെ നിന്ന കുറേ ആൾക്കാരുമാണ്. അതിജീവിത പോരാടിയത് കൊണ്ട് മാത്രമാണ്. നേരെ മറിച്ച് അതിജീവിത അന്ന് ആ ഒരു കേസ് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇപ്പോഴേ പേട്ടൻ്റെ അവസ്ഥ എന്തായിരിക്കും? പേട്ടൻ എവിടെയായിരിക്കും എന്നറിയോ? അതായത് മലയാള സിനിമയല്ല ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ എല്ലാ സീരിയൽ അടക്കം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭരിക്കുന്നുണ്ടാവും. ഇതാണ് ഞാൻ പറയുന്നത്. അതുപോലെ ദിലീപ് എന്ന് പറയുന്ന ഒരു നടൻ, അയാൾ ശരിക്കും ഓരോ ദിവസവും ഓരോ സിനിമ കഴിയുമ്പോഴും അയാളുടെ വില തന്നെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയാൾ അന്ന് ആ ഒരു കോടതി വെറുതെ വിട്ടപ്പോഴേ പുറത്തു വന്നിട്ട് ദൈവത്തിന് നന്ദി എന്നെങ്ങാനും പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇത്രയും സൈബർ അറ്റാക്ക് അയാൾക്ക് വരത്തില്ല, ഇത്രയും ആൾക്കാർ അയാളെ വെറുക്കത്തില്ലായിരുന്നു. പക്ഷെ അയാളുടെ കയ്യിലിരിപ്പ് കാരണം തന്നെയാണ് ജനങ്ങൾ എല്ലാവരും അയാളെ വെറുത്തത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊക്കെ ഒരു തരിയെങ്കിലും സ്നേഹമുണ്ടായിരുന്നു. പക്ഷേ അയാൾ പുറത്തിറങ്ങിയപ്പോഴേ അയാളുടെ ഭാവങ്ങളും കാര്യങ്ങളും കണ്ടപ്പോഴേ ഇനിയും ചതിക്കും ഇദ്ദേഹം, ഇനിയും ഞാൻ ഇതുപോലെ ചെയ്യും, ഇനിയും ഇതാണ് മഞ്ജുവാണ് ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞ് മഞ്ജുവിനെ എല്ലാവരും കടക്കട്ടെ ഒരു പോകുന്ന വഴിക്ക് ഒരു കൊട്ടി, അതാണ് ഇയാൾ കരുതിയത്. പക്ഷേ ജനങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയില്ലാത്തവരൊന്നുമല്ല. എല്ലാവരും എന്ന് പറഞ്ഞാൽ തീട്ടം നിന്നവരല്ല. ദിലീപേട്ട ഇവിടെ നല്ല രീതിയിൽ അരിയാഹാരം കഴിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എല്ലാവരും നിങ്ങളുടെ കൂടെയുള്ളവരാണെന്ന് വിചാരിക്കരുത്. എല്ലാവരും പൈസക്ക് വേണ്ടിയിട്ട് എന്ത് തറയും ചെയ്യുന്നതാണെന്ന് വിചാരിക്കരുത്. അതാണ് ഞാൻ പറയുന്നത്. എല്ലാവരും സൂക്ഷിച്ചോ. എന്താണെന്ന് വെച്ചാൽ ഒരു പതനം ഉണ്ടല്ലോ, ആ പതനമാണ് ഇപ്പോൾ ദിലീപ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ പാപമാണ്, അതായത് ദിലീപ് ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇത് തന്നെയാണ് ഇപ്പോൾ ദിലീപ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.